Hi my dear students, welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. We are on the next lecture series of income tax assessment. 1. We are dealing with the portion. What are the various types of return? There are 6 types of return. We have just discussed with voluntary return, belated return, return of loss, revised return, and today we are going to discuss with compulsory return and defective return. Compulsory return is defined under section 142 subsection 1 clause 1. ആദ്യം വരുന്ന ബ്രാക്കറ്റിനെ നമ്മൾ സബ്സെക്ഷൻ എന്നും രണ്ടാമത്തെ വരുന്ന ബ്രാക്കറ്റിനെ നമ്മൾ ക്ലോസ് എന്നുമാണ് വിളിക്കുന്നത്. 142 subsection 1 clause 1. What is compulsory return? If the assessee fails to submit the voluntary return, or assessee voluntary return submit ചെയ്തില്ല എങ്കിൽ, then the assessing officer shall serve a notice to that particular assessee. വോളണ്ടറി റിട്ടേൺ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ആ അസസിംഗ് ഓഫീസറിന് ഒരു നോട്ടീസ് അയക്കും. ആ നോട്ടീസ് പ്രകാരം അസസി സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേണിനെയാണ് നമ്മൾ കമ്പൽസറി റിട്ടേൺ എന്ന് വിളിക്കുന്നത്. Where any person is assessable either in respect of his income or the income of any other person in respect of which he is assessable. നമ്മൾ ഡീംഡ് അസസി എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ ഫസ്റ്റ് സെമ്മിൽ ഡീംഡ് അസസി, അതായത് ഞാൻ വേറൊരാളുടെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കാന്നുണ്ടെങ്കിൽ എന്നെ ഡീംഡ് അസസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് വിളിക്കും. അപ്പം ഞാൻ എൻ്റെ ഇൻകത്തിനോ അല്ലെങ്കിൽ വേറൊരാളുടെ ഇൻകത്തിന് ആണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആൻഡ് ഹാസ് നോട്ട് ഫർണിഷ്ഡ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ അതിന് മുമ്പോ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ the assessing officer, AO means assessing officer, may serve a notice requiring him to furnish the return. Then such return should be furnished within the time allowed in the notice. ആ നോട്ടീസിൽ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ ആ പർട്ടിക്കുലർ റിട്ടേൺ അസസി സബ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള റിട്ടേണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? Compulsory return, which is compulsory made by the assessee after serving a notice by the assessing officer, defined under section 142 subsection 1 clause 1. Okay, so അങ്ങനെയുള്ള റിട്ടേണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? Compulsory return. Okay, then the last one is defective return. Defect സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 139 subsection 9 സെക്ഷൻ പഠിക്കാൻ മറക്കരുത്. സെക്ഷൻ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. ഞാൻ നിങ്ങളെ ഇതുവരെ സെക്ഷൻ പഠിക്കാൻ നിർബന്ധിച്ചിട്ടില്ല, പക്ഷെ സെക്ഷൻ പഠിക്കേണ്ട കേസിൽ നമ്മൾ സെക്ഷൻ പഠിച്ചെങ്കിലേ മതിയാവും. ചിലപ്പോൾ ഡിഫൈൻഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 9 എന്നായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആ സെക്ഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ഏത് റിട്ടേൺ ആണെന്ന് പറയാൻ പറ്റൂ. So, if the assessing officer considers that the return of income furnished by the assessee is defective, അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്താണ് ഈ ഡിഫക്റ്റീവ് എന്നുള്ളത്, ഏതൊക്കെ കേസിലാണ് ഈ റിട്ടേൺ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിവൈസ് റിട്ടേൺ പറഞ്ഞു, ഡിസ്കവേഴ്സ് എനി ഒമിഷൻ എനി റോങ് സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ട് കേസിലും ഏതെങ്കിലും ഒരു കേസ് വരുമ്പോഴാണ് അത് റിവൈസ് ചെയ്യാൻ അസസിംഗ് ഓഫീസർ പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടുപിടിച്ചാൽ ആ ഡിഫക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. He may intimate the defect to the assessee and give him an opportunity to rectify the defect within 15 days. ആ ഡിഫക്റ്റ് എന്താണെന്ന് അസസിംഗ് ഓഫീസർ അസസിയോട് പറയും. Then give him an opportunity to rectify that particular defect within a period of 15 days. അതിന്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. Then from the date of such intimation, എന്നാണോ നമ്മൾ ആ ഇന്റിമേറ്റ് ചെയ്യുന്നത് അതിനുശേഷം 15 ദിവസത്തിനുള്ളിൽ അസസി ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്തിരിക്കണം. If the assessee fails to rectify the mistake within the prescribed period, the return shall be deemed to be invalid. ആ സമയത്തിനുള്ളിൽ അസസി ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ that return is deemed to be invalid, അല്ലെങ്കിൽ ആ റിട്ടേൺ ഒരു ഇൻവാലിഡ് റിട്ടേൺ ആണെന്ന് അസസിംഗ് ഓഫീസർ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള റിട്ടേണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫക്റ്റീവ് റിട്ടേൺ. The time period given to the assessee is 15 days within the period of intimation. ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്, ഇനി അസസി
before the expiry of 1 year from the relevant assessment year or before the completion of assessment. നമ്മൾ belated return revised return പഠിച്ചിട്ടില്ലായിരുന്നോ? Before the expiry of 1 year from the end of relevant assessment year or before the assessment is completed. ഈ രണ്ട് സമയത്തിനുള്ളിൽ SSC റിട്ടേൺ ഈ റിഫക്റ്റീവ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SSCയുടെ കയ്യിൽ നിന്നും സഫീഷ്യൻറ്റ് ഫീസ് ഫൈൻ വാങ്ങിയതിന് ശേഷം ആ റിട്ടേൺ വാലിഡ് ആണെന്ന് കൺസിഡർ ചെയ്യും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മൾ പറഞ്ഞ 15 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. 15 ദിവസത്തിനകം SSC സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഷാൽ ബി കൺസിഡർഡ് ടു ബി ഇൻവാലിഡ്. ഇനി നമ്മുടെ അസസ്മെന്റ് ഇയറിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ SSC ഡിഫക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് റിട്ടേൺ ഈസ് കൺസിഡർഡ് ടു ബി വാലിഡ് and the assessing officer shall collect an amount of fine from the SSC. So that's all about with compulsory return, which is defined under section 142 subsection 1 clause 1, and revised defective return, which is defined under section 139 subsection 9 of the Income Tax Act of 1961. And that's all about with today's session. This is Asha SP signing off from Bosco Campus Vision.